ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുടക് യാത്രയുടെ 3ാമത്തെ വീഡിയോ ആണ് കേട്ടോ. മുന്നത്തെ 2 വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. കൂർഗ് ജില്ലയിലെ മടിക്കേരിയിലെ ഒരു സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് രാജാ സീറ്റ്. രാജാവിൻ്റെ ഇരിപ്പിടം എന്നുകൂടി ഇത് അറിയപ്പെടുന്നു കേട്ടോ. കർണാടക തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്ന് 270 കിലോമീറ്റർ അകലെയാണ് രാജാ സീറ്റ്. എൻട്രി ടൈം വരുന്നത് രാവിലെ 5:30 മുതൽ വൈകിട്ട് 8 മണി വരെയാണ്. എൻട്രി ഫീസ് ഞങ്ങൾ പോയ സമയത്ത് ഒരാൾക്ക് 10 രൂപയാണ് വന്നത്. പാർക്കിനുള്ളിലോട്ട് കിടക്കാനുള്ള എൻട്രി ഫീസാണ് കേട്ടോ ഈ 10 രൂപ വന്നത്. ബാക്കി അവിടെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം വെവ്വേറെ ടിക്കറ്റ് ചാർജാണ് വരുന്നത്. അതുപോലെ ഓരോ രൂപങ്ങൾ സിമെൻറ്റോട്ട് അവിടെ ഇവിടെയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിറയെ പൂക്കളാണ്. ഈ പൂന്തോട്ടത്തിന് നടുവിലായിട്ടാണ് രാജാവിൻ്റെ ഇരിപ്പിടം. ഗാന്ധി മണ്ഡപം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണത്. 1600 മുതൽ 1834 വരെ 200 വർഷത്തോളം കർണാടക ഭരണാധികാരികളായിരുന്ന കുടകിലെ രാജാക്കന്മാരും രാജ്ഞിമാരും ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു. പൂന്തോട്ടം പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ടതാണ്. മാത്രമല്ല രാജാക്കന്മാരുടെ പ്രിയപ്പെട്ട വിനോദ സ്ഥലമായിരുന്നു അത്. പടിഞ്ഞാറ് പാറക്കെട്ടുകളും താഴ്വരകളും അഭിമുഖീകരിക്കുന്ന ഉയർന്ന നിലയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മക്കളെയൊക്കെ കൊണ്ട് ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. പക്ഷേ ചാർജ് ഇത്തിരി കൂടുതലായ പോലെയാണ് നമുക്ക് തോന്നിയത്. ഇപ്പോൾ ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. അത് 2 സൈഡിലായിട്ടാണ് സിപ്പ് ലൈൻ്റെ ഉള്ളത്. പിന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല മലനിരകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നത് രാവിലത്തെ സൂര്യോദയം വൈകിട്ടത്തെ സൂര്യാസ്തമയം കാണാനായിട്ടാണ്. പൊതുവെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. കോടമഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് കാലാവസ്ഥ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഒരു ഇടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വീക്കെൻഡുകളിൽ ഇവിടെ തിരക്ക് ഇത്തിരി കൂടുതലാണ് കേട്ടോ. പിന്നെ വൈകിട്ട് ഇവിടെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉണ്ട്. അവിടെ അതൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വന്നിരിക്കുക, നല്ല കാറ്റും ഈ തണുപ്പൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ വന്നിരിക്കാൻ ഇത്തിരി തിരക്ക് കൂടുതലാണ് ആ സമയത്ത്. എന്തായാലും ടൂറിസ്റ്റുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാജാ സീറ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതും പറയണം കേട്ടോ. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.